ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടെൻഷനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപാട് ടെൻഷൻ വരികയാണ്. ഇപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും എല്ലാവരും ടെൻഷൻ ആവുകയാണ് അല്ലേ. ഇപ്പം നമുക്ക് നോക്കാം. അമിതമായ ടെൻഷൻ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പഠനത്തിലുള്ള പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാവാം, റിലേഷൻഷിപ്പ് തമ്മിലുള്ള പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. ഏത് തരം പ്രശ്നങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മളെ നമുക്ക് എല്ലാവർക്കും ഉള്ളിലേക്ക് ടെൻഷൻ വന്നിട്ട് നമ്മൾ പല സ്റ്റേജിലൂടെയും കടന്നു പോവുകയാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വരികയാണ്. അതായത് ഇപ്പോൾ സ്ട്രെസ്സിന്റെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പോഴാണ് അതിന് ബോധവാന്മാരാവുന്നത്. ഈ ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അതിന് ബോധവാന്മാരാവുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസിന്റെ കോർട്ടിസോൾ ബ്ലഡിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉയർന്ന ഷുഗർ ലെവൽ കാണുകയാണ്, അതുപോലെ രക്തസമ്മർദ്ദം ഉണ്ടാവുകയാണ്, അതുപോലെ തന്നെ നമ്മളെ ഹൃദയത്തിനും തലച്ചോറിനൊക്കെ പ്രശ്നങ്ങൾ വരികയാണ്, പ്രോബ്ലംസ് വരികയാണ്. ഇതൊക്കെ ഈ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നമുക്ക് വരുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരികയാണ് അസുഖങ്ങൾ, ഓരോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ ശരീരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളെ ശരീരത്തിലേക്ക് ടെൻഷൻ കാരണം ബാധിക്കുന്നുണ്ട് എന്നതിന്റെ കുറച്ച് ലക്ഷണങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ലക്ഷണമാണ് എപ്പോഴും കിടക്കണം എന്ന് തോന്നുക. എല്ലാത്തിനും ഒരു ഉത്സാഹക്കുറവ്, ക്ഷീണം വരിക. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മടി പിടിക്കുക. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനോടൊക്കെ ഒരു മടി പിടിക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ക്ഷീണം വരിക, എപ്പോഴും ഇങ്ങനെ കിടക്കണം എന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ ലക്ഷണം എന്താ വെച്ചാൽ രോഗപ്രതിരോധ ശേഷി. ഈ രോഗപ്രതിരോധ ശേഷി അറിയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ രോഗം നമ്മളെ പിടികൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്കിപ്പോൾ പലതരത്തിൽ ടെൻഷൻ കാരണം സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ്. തലവേദന വരിക, അതുപോലെ തന്നെ പനി, ജലദോഷം, അങ്ങനെയുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് പറയുന്നത് വയറിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം. വയറിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഏമ്പൊക്കെ ഇടുകയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ദഹനം നടക്കാത്തത് പോലെ തോന്നുക. അതായത് ഇപ്പോൾ അതിനുള്ള തടസ്സം തോന്നുക, നമുക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്തത് പോലെ തോന്നുക. അങ്ങനെയുള്ള ഒരു ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇറിറ്റേറ്റഡ് ആവുക, അതുപോലെ എപ്പോഴും പൊട്ടിത്തെറിക്കുക, അതുപോലെ ദേഷ്യം നമുക്ക് പെട്ടെന്ന് വരിക. എപ്പോഴും ഇറിറ്റേറ്റഡ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുകയാണ്. അയാളെ സംസാരമൊന്നും കേൾക്കാതെ നമ്മൾ ടെൻഷൻ എന്തിനാലോചിച്ചിട്ടാണോ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, ആ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അയാൾ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ്. ആ ഇറിറ്റേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കുക, നമുക്ക് ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളത് നോക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഉറക്കക്കുറവ്. നമുക്ക് കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ എപ്പോഴും നമ്മൾ 7-8 മണിക്കൂറോളം കടന്ന് ഉറങ്ങിയ ആൾക്കാർ ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഉറക്കം കിട്ടുന്നില്ല. ഉറക്കത്തിന് നല്ല കുറവ്. അതായത് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്തത് പോലെ തോന്നുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുക, നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തത് പോലെ തോന്നുക. ഈ ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടാവുന്നത്. ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ടെൻഷൻ എങ്ങനെ കുറക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കാരണം ഈ ടെൻഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് എടുത്തു കളയാൻ പറ്റില്ല. കാരണം നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ടെൻഷൻ അടിക്കും. പക്ഷെ ഇതിന്നൊരു ആശ്വാസം, അതായത് ഇതിന്ന് എങ്ങനെ കുറക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുള്ള കുറച്ച് പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യമാണ് പൗസ് ആൻഡ് ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്.
അതായത് നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്തും നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക, അതായത് ദീർഘശ്വാസം എടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ പല ചിന്തകളിലും അനാവശ്യ ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈ ഒരു ടെൻഷൻ കുറച്ച് കുറക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. അതായത് ഇപ്പോൾ സ്ട്രെസ്സും ക്ഷീണവും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. അതായത് ഇപ്പോൾ മെഡിറ്റേഷൻ പ്രസൻസിൽ മൂമെൻറ്റ്സ് ഫോക്കസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ആക്ച്വലി എക്സസൈസ് സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഇപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യണം എന്നല്ല പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം, അതുപോലെ യോഗ ചെയ്യാം, വാക്കിംഗ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രെസ് ടെൻഷനൊക്കെ നിങ്ങൾക്ക് കുറക്കാനായിട്ട് സഹായിക്കും. നാലാമത്തെ കാര്യമാണ് ക്ലീൻ ആൻഡ് ഓർഗനൈസ് യുവർ ഹോം. അതായത് ഇപ്പോൾ നമ്മുടെ വീട് നമുക്ക് എപ്പോഴും റിലാക്സേഷൻ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോൾ ഒരു ജോബ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ നിങ്ങളെ റൂം, നിങ്ങളെ ഹോളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുകയാണ്. നമുക്ക് സ്ട്രെസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ വരികയാണ്. ഇത് ഞാൻ ഇനിയെപ്പോൾ റെഡിയാക്കി എടുക്കാനാ, ഇതുകൊണ്ട് എനിക്ക് റെഡിയാക്കാൻ കഴിയില്ല, ഞാൻ ജോബ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഭയങ്കര തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ട് നമ്മൾ കിടക്കും. പക്ഷെ നമുക്ക് ഉറക്കമൊന്നും വരില്ല. നേരെ മറിച്ച് നിങ്ങളെ ഈ വീട് വൃത്തിയാക്കി, നിങ്ങളെ റൂമൊക്കെ വൃത്തിയാക്കി, ഹോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വൃത്തിയാക്കി ജോബ് കഴിഞ്ഞ് വരുന്ന സമയത്ത്, നിങ്ങളെ ഡോറ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാവണം. അതായത് എപ്പോഴും നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ വീട് എപ്പോഴും നമുക്ക് റിലാക്സേഷൻ വേണം എന്നുള്ളത് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. 2 ഡേയ്സിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോബ് കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ജോബിൻ്റെ ആണെങ്കിലും നമുക്ക് ജോബ് പിറ്റേന്നൊക്കെ തീർക്കാനുള്ള ചിലപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുകയാണ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ കൂടുകയാണ്. ഇത് നാളേക്ക് ചെയ്ത് കഴിയുമോ, ഇത് കഴിയില്ലേ, എന്നെ കൊണ്ട് വയ്ക്കോ, എന്നെ കൊണ്ട് പറ്റില്ലേ എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുകയാണ്. അങ്ങനെ സ്ട്രെസ്ഡ് ആയി വരുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദന വരുമ്പോൾ നമ്മളത് അവിടെ അടച്ചു വെച്ച് പിന്നെ നമ്മളത് ചെയ്യാതെ പിന്നെ പിറ്റേന്ന് നമുക്കത് പോകുമ്പോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. ചെയ്തില്ലല്ലോ, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊക്കെ ഒരു തോന്നൽ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തലേന്ന് തന്നെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പിറ്റേന്ന് ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ നിങ്ങൾ തലേന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളും എടുത്തു വെക്കുക. ഇപ്പോൾ ഹോംവർക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹോംവർക്കൊക്കെ തലേന്ന് ചെയ്ത് വെച്ച് ബാഗിൽ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിറ്റേന്ന് നിങ്ങൾ കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ജോബിന് പോകുന്ന ടൈമിൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എല്ലാതും ഞാൻ ചെയ്ത് തീർത്തല്ലോ തലേന്ന് തന്നെ, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അതൊന്നും ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ കുറക്കാനായിട്ട് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഈ ടിപ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾക്ക് കുറക്കാൻ കഴിയും. നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ടെൻഷനെ പറ്റിയിട്ടാണ്. ഈ ടെൻഷൻ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൾ നമ്മളെ ബ്ലഡിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നത്. ഇത് നമ്മൾ അമിതമായി ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ടെൻഷൻ ഇപ്പോൾ എല്ലാവർക്കും, ചെറിയ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും എല്ലാവർക്കും ഇപ്പോൾ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിച്ചിട്ട് കുറേ പേരിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഡ്രഗിന് അഡിക്റ്റ് ആയവരുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ആ കുറച്ച് നേരത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഡ്രഗിന്, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഡിക്റ്റ് ആയിട്ട് വരികയാണ് ആൾക്കാർ. കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ, കുറച്ചെങ്കിലും ടെൻഷൻ എനിക്ക് ഒഴിവാക്കാൻ കഴിയുമല്ലോ ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ നമ്മളിപ്പോൾ ചീത്ത ഒരു ചിന്തയിലേക്ക് പോയിട്ട് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളായിട്ട് വരുത്തി വെക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായും നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.